ലാസ്റ്റ് അത് അവസാനിക്കുന്നവരെ അത് ഭംഗിയായിട്ട് ഒരു ലാഗോ അങ്ങനെയുള്ള ഒരു ഇതുമില്ല. അതായത് ഫൈറ്റ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, പെർഫോമൻസ് ഉണ്ട്. സത്യം ഞാനൊക്കെ കരഞ്ഞു പോയിട്ട് സത്യം പറഞ്ഞാൽ അത്ര എൻ്റെ ഉള്ളിൽ ചില സമയത്ത് ചങ്കിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് കുടുങ്ങിയിരുന്നു. ഓരോ ഫീലിങ്ങുള്ള ഓരോ സീലുകളൊക്കെ ഇഷ്ടമില്ല മോനെ. സൂപ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ പടമാണെന്നുണ്ടെങ്കിലും പക്ഷേ സോങ് കൊണ്ടായിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ആക്ടിങ് ആയിക്കോട്ടെ, അതേമാതിരി അതിലുള്ള എല്ലാവരും സുരാജ് ചേട്ടനൊക്കെ ഭംഗിയായിട്ട് ഇത്രയും നല്ല ഇതായിട്ട് നമ്മൾ മലയാള പടത്തിലൊക്കെ ചിലപ്പോൾ മൂപ്പർക്ക് ഇത്രയും നല്ല റോള് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. റൊമാൻസും ഉണ്ട്, സെന്റിമെന്റൽ ആണ്. സുരാജ് വെഞ്ഞാറമ്മൂടെ ഒക്കെ അടിപൊളിയായിട്ട് സുരാജ് ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. കരഞ്ഞു അടിപൊളി മൂവിയാ, നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം ഉണ്ട്. സൂപ്പർ അടിപൊളിയാണ്. നല്ല പടമാണ്, നന്നായിട്ട് വർക്കായിട്ടുണ്ട്, നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. യൂത്തിന് വേണ്ടിയിട്ടാണ്. ചെക്കൻ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് നൊസ്റ്റാൾജി അടിക്കും, നൈസായിട്ട് ഒട്ടും ക്രിഞ്ചാക്കാണ്ട് നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റി. നായികയുടെ ഡാൻസ് ഒക്കെ നല്ല രസമുണ്ട്. ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ടു ബി ഫ്രാങ്ക്. പക്ഷേ ഈ സിനിമയിൽ കാണുമ്പം നല്ല നല്ല അഭിനയ പരിചയമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഓവറോൾ നല്ല കളിയാണ്. നായിക ക്യാരക്ടേഴ്സ് പറയുമ്പം എന്താ പറയുക, മോശമില്ല. ലൈക്ക് 3 to 4 ആൾക്കാർ, 3-4 ആൾക്കാരുണ്ട്. 3-4 ആൾക്കാരും മൂന്നാല് കുട്ടികളും അവരുടേതായ സ്റ്റൈൽ, അവരുടേതായ ഒരു 4 തരം ജോണറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് സിനിമയിൽ വന്നാൽ കാണാം. ഫാമിലി വൈബ് ഉണ്ട്. പാരൻസിനും പ്രേമലു അത് വന്ന് കണ്ടു നോക്കണം. വന്ന് ആൾക്കാരെ ഒന്ന് കണ്ടോട്ടെ, എന്നിട്ട് പറയട്ടെ.